ആഭ്യന്തര LPG വിതരണം സാധാരണ നിലയിൽ ഇന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങളിലും പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണ്. LPG കപ്പലായ ജഗ്വിക്രം നാളെ കണ്ട്ല തീരത്തെത്തുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും തൽക്കാലം രാജ്യത്ത് LPG വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക വേണ്ട എന്നാണോ കേന്ദ്ര സർക്കാർ പറയുന്നത്? ഇതില്ല, ഈ LPG വിതരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു നില അതൊരു സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്ന സൂചനകളാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് ഈ ആഭ്യന്തര LPG വിതരണം സാധാരണ നിലയിലാണ് ഉള്ളത് എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വാണിജ്യ സിലിണ്ടറിൻ്റെ കാര്യത്തിൽ അത് ഇതുവരെ, അതായത് മാർച്ച് 14 മുതൽ ഇതുവരെ ഏകദേശം 1,82,900 ടൺ വാണിജ്യ LPG വിറ്റഴിച്ചിട്ടുണ്ട് എന്ന കണക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ അറിയിക്കുന്നു. ഏതാണ്ട് 70% ഈ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മുൻപ് പറഞ്ഞ അതേ കാര്യം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങളിലും പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണ്. യാതൊരു തരത്തിലുള്ള തിരക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അസാധാരണമായ സാഹചര്യമോ നിലവിൽ തുറമുഖങ്ങളിലില്ല എന്ന കാര്യം അറിയിക്കുന്നുണ്ട്. LPG കപ്പലായ ജഗ് വിക്രം നാളെ കണ്ട്ല തീരത്തെത്തും എന്ന കാര്യവും അതിൻ്റെ മറ്റ് കാര്യം അത് ഹോർമുസ് കടലിലേക്ക് കടന്നത് അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് വിശദീകരിക്കുകയുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ അതായത് ഈ ആഭ്യന്തര LPG വിതരണം അതൊരു സാധാരണ നിലയിൽ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.